ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ. വൈകുന്നേരം മോളെ നൈറ്റിന് കൊണ്ടുവിടാനെ പോയപ്പോൾ നമ്മുടെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. ഇന്നലെ 8ാം ഉത്സവമായിരുന്നു ഓമല്ലൂർ അമ്പലത്തിൽ കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ നിന്നാണ് അങ്ങോട്ട് ഓമല്ലൂർ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ലൈറ്റുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, രാത്രി പോകുമ്പോൾ കാണാനേ. ഞാനങ്ങനെ പോകില്ലായിരുന്നു, ഏട്ടൻ്റെ മോളോ കൂടുതലും പോകുന്നതൊക്കെ. ഇപ്പോൾ ഈ വയ്യാഴ്ച വന്നതിന് ശേഷം ഏട്ടൻ തന്നെ വൈകുന്നേരം ഇവിടെ ഇരുത്തത്തില്ല. പോരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ വൈകുന്നേരം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഓമല്ലൂർ അമ്പലം കേട്ടോ. അറിയാവുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസായിട്ട് ഇങ്ങനെ കാണുമ്പം അങ്ങനെ അറിയാവുന്ന കൂട്ടുകാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല. എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നത് അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളങ്ങനെ പോയി. പിന്നെ കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് നമ്മൾ അമ്പലത്തിൽ വന്ന് കുറച്ച് നേരം അമ്പലത്തിലൊക്കെ അവിടെയൊക്കെ കയറി കണ്ടു. അപ്പോൾ ഇവിടെ പാട്ടും ഡാൻസ് നടക്കുകയാണ് കുഞ്ഞുങ്ങളുടെ. നല്ല രസമുണ്ട് ഡാൻസ് കേട്ടോ. പാട്ടും നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവും. അല്ലേ തന്നെ ഓൾറെഡി എനിക്ക് ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പിന്നെ മാമനായിട്ട് എന്തിനാ അത് കുറവ് ചെയ്യുന്നത്? മാമനെ കഴിയാവുന്ന മാമനും ചെയ്യട്ടെ. അയ്യോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പാട്ടൊക്കെ അങ്ങ് മാറ്റിയിട്ടാണ് നമ്മളിതിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. പാട്ടോ സൗണ്ടോ ഒന്നും ഇട്ടിട്ടില്ല. അതിനൊരു ഇതുണ്ടാവേണ്ട. അയ്യോ, നമ്മൾ തന്നെ ഓരോന്ന് മെനഞ്ഞു കൂട്ടി, നമ്മൾ തന്നെ ചിന്തിച്ച് കൂട്ടി ഓരോന്നൊക്കെ ആക്കുവാന്നാ പരാതി. അപ്പോൾ പിന്നെ ഇതിൽ ഇനി അത് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല രസമില്ല, ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നാളെ ഇനിയിപ്പോൾ ബുധനാഴ്ച, അതായത് ഇന്ന് നമ്മൾ സൗണ്ട് കൊടുക്കുന്ന വീഡിയോ ഇടുന്നത് ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ പിന്നെ മോളും ഞങ്ങളെല്ലാം കൂടെ പോകും അമ്പലത്തിൽ. വൈകുന്നേരം നൈറ്റ് കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഭഗവാന് ആറാട്ടൊക്കെ കഴിഞ്ഞ് വരുന്നത് കണ്ടു. നമ്മുടെ അമ്പലത്തിൻ്റെ കുറച്ചിങ്ങോട്ട് മാറി ദേവീക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ആ ഭഗവാൻ ആറാട്ടിന് വന്ന കടവ്. അവിടെ എന്നും പോകും കേട്ടോ. ഈ 10 ദിവസവും ഉണ്ട് അവിടെ. ആറാട്ടിന് പോവും. ആറാട്ട് പോയി കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. ഈ പ്രാവശ്യം ആനകൾ കുറവാണ്. ആറാട്ടിന് ഭഗവാനെ കടവിലോട്ട് ഇറക്കുന്ന സമയത്ത് ഇവരവിടെ വിട്ട് വന്നിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ടൊക്കെ അവിടെ ഇവിടെ കാട്ടിലൊക്കെ കെട്ടി നിർത്തിയേക്കുന്ന കാണാൻ രാത്രിയിൽ കാണാൻ നല്ല ഭംഗി, ആനകൾ നിൽക്കുന്ന കാണാൻ. പക്ഷേ ഈ പ്രാവശ്യം 3 ആനയെ നമ്മൾ കണ്ടുള്ളൂ. ഒത്തിരി കുറവുണ്ട് കേട്ടോ. എന്താണോ എന്തോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അതങ്ങനെ കാണാൻ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും പോകണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ആഗ്രഹിക്കാനല്ല പറ്റുള്ളൂ, അല്ലാതൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഞാനിവിടെ ഇങ്ങനെ പേടിച്ച് നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ എന്നാൽ ഇവരെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്, ഒരു ഇഷ്ടവുമാണ്. ഞാൻ പിന്നെ ഏട്ടൻ അവിടെ ഞാൻ ഇവരുടെ പുറകിന് കുറേ ദൂരം അങ്ങോട്ട് പോയി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ പേടിയുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കറി വെക്കണമെന്ന് കറിക്കൊക്കെ അരിഞ്ഞടപ്പേ വെച്ചു. പിന്നെ രാവിലെ നമ്മൾ കഴുകിയിട്ട കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് മടക്കിയില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മടക്കുവാണ്. കഴിഞ്ഞ ഒരു ദിവസം 2 ദിവസം തുണി കഴിയില്ല, അതാ ഇത്രയും തുണി വന്നത് കേട്ടോ. പിന്നെ അതെല്ലാം ഇനി വാരിപ്പറക്കി മടക്കി വെക്കണം. നനയൊരു കോണിക്കട, മടക്കൊരു കോണിക്കട. അയ്യോ, കാര്യം ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെയൊക്കെ ഉള്ളൂ. ഇതാണെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റിയൊക്കെ പഴയതാകുമ്പോഴുണ്ടല്ലോ, ഞാനത് മുറിച്ച് പിള്ളേർക്ക് പാവാട തയ്ച്ചു കൊടുക്കും. അങ്ങനെ അതിലൊരു പാവാടയാണ് വലിയ അവൾ വന്നപ്പോൾ ഇവിടെ ഇട്ടിരുന്നതാണ്. പിന്നെ അല്ലാതെ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ അവർ തന്നെ കഴിയിക്കോളൂ. എൻ്റെ ഏട്ടൻ്റെ ഉള്ളൂ. ഇതാ ഏട്ടൻ്റെ പണിക്കൈലിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഡ്രസ്സുകളേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വയ്യാതെ വന്നപ്പോൾ ഞാൻ തുണിയൊന്നും കഴുകിയില്ല. അതുകൊണ്ടാണ് അത്രയും അങ്ങനെ കുറേയേറെ കൂടി വന്നത്. ഒരു ദിവസം എനിക്ക് തന്നെ വേണം ഒരു 3-4 നൈറ്റി. അപ്പോൾ പിന്നെ പറയണോ, അയ്യോ, കഥ പറയാൻ പോയാൽ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ തുണിയൊക്കെ പറക്കി മടക്കിയെല്ലാം വെച്ച് പിന്നെ ഇനി നമുക്ക് കറി വെക്കണം. കറിക്ക് അടപ്പേ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഏട്ടൻ മീൻ വെട്ടി ബാക്കിയെല്ലാം മോൻ അരപ്പെല്ലാം ചേർത്ത് മീൻ അടപ്പത്ത് വെച്ചു. ഞാൻ പെരയ്ക്കകത്ത് കറി വെച്ചു. പിന്നെ തന്നെ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് മടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൂടെ എന്തെങ്കിലും ചെയ്യാണ്ട് വയ്യാമെങ്കിലും ഞാൻ ഇവരുടെ കൂടെ നടന്ന് ചെയ്തോളൂ. ഞാൻ പറയും, എൻ്റെ മനസ്സിൻ്റെ സമാധാനമാണ് എനിക്ക് ജോലി ചെയ്യാൻ്റെ സന്തോഷം. ഇനി എത്ര വയ്യാമെങ്കിലും ഞാൻ എന്നിട്ട് ചെയ്യും. വയ്യാന്നും പറഞ്ഞ് നമ്മളൊരു കിടപ്പൊന്നും കിടക്കില്ല. എനിക്ക് അതിനോട് ഇഷ്ടമേ ഇല്ല.
അപ്പോൾ ഏട്ടനും കുഞ്ഞും ഉണ്ടായതുകൊണ്ട് പിന്നെ അവർ അവിടെ ജോലി ചെയ്തു, ഞാനിവിടെ ജോലി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരേ കൂട്ടം അങ്ങനെ കറിയൊക്കെ അടപ്പത്തൊക്കെ വെച്ച് അയ്യോ എന്താ പറയുക കഥ. കൂട്ടുകാർ പേരേക്ക് എന്താ ഇതിങ്ങനെ വട്ട് വയസ്സ് വല്ലതും ആണോ? ആന്ന് കൂട്ടുകാരെ കുറച്ച് വട്ടൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ, ഇല്ലാഴിയൊന്നുമില്ല. ഒന്നിനും ഒരു കുറവ് വരരുതല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറിയാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ, അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കറി വെച്ചുകൊണ്ട് നമ്മൾ കരണ്ട് പോയി. അയ്യോ, എൻ്റെ ചക്കിമോട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്തരച്ച് കറി. കരണ്ട് പോയേ അവന് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കറി വെച്ചപ്പോഴേ ഞാനിങ്ങനെ ഓർത്ത് എൻ്റെ കുഞ്ഞിന് ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മൾ കറിയൊക്കെ തിളച്ച് വാങ്ങി വെച്ചു. കുക്കറിനകത്താകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുക്കറിനകത്തൊക്കെ അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കടുക് വറക്കണം. കടുക് വറക്ക് വറ്റൽമുളകൊന്നുമില്ല, എന്നാലും ഇച്ചിരി വെളിച്ചെണ്ണയും കടുകും ഇച്ചിരി കരിയാപ്പിലയൊക്കെ ഇട്ട് ശരിയാക്കാമെന്ന് വെച്ച്. ചേട്ടാ ഫ്രിഡ്ജ് കരിയാപ്പില ഇരിക്കും, നിങ്ങൾ എടുത്ത് നോക്കിട്ടോ. കിട്ടിയോ? തേങ്ങ വറുത്തരച്ചിട്ട് നമ്മുടെ ചക്കിനോട് അച്ഛന് ഭയങ്കര ഇഷ്ടം. അറിയില്ല നമുക്കേ കഴിക്കാനായിട്ട് കുറച്ച് കറി എടുത്ത് മാറ്റാം. നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. മീൻ കറി അടുപ്പിലിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മീൻ കറി ചൂരമീനാണ് കേട്ടോ. അപ്പം അങ്ങനെ കറികളൊക്കെ ആയിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണ് കൂട്ടുകാരെ. അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി കേട്ടോ, തേങ്ങ വറുത്തരച്ച് കറി, മീൻ കറി മാത്രമല്ല, അച്ചാർ ഇരിപ്പുണ്ട്, എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണം. അപ്പോൾ ബൈ കൂട്ടുകാരെ.